സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു നാടകം കളിച്ച കഥയാണ്. ഈ നാടകം കളിച്ച് കഴിഞ്ഞാൽ നാടകം എഴുതുന്നത് എൻ്റെ ചേട്ടനാണ്. ചേട്ടൻ്റെ നാടകം എഴുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഇഷ്ടമുള്ള വേഷം ഇടാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ നാടകത്തിലെ ക്യാരക്ടറൊക്കെ ഉണ്ടാക്കുന്നത്. ക്യാരക്ടർ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല. പുള്ളിയുടെ വേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുകാരൻ, ദുബായിൽ നിന്ന് വരുന്ന ആൾ, പണക്കാരനായിട്ടുള്ള മുതലാളി, അങ്ങനെ വേഷങ്ങളൊക്കെയാണ് പുള്ളിക്ക്. നമുക്ക് കിട്ടുന്ന വെച്ചാൽ പാടത്ത് പോകുന്ന ആൾ, അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ നമുക്ക് തരത്തുള്ളൂ. പുള്ളിക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വേഷം സ്റ്റേജിൽ വരണം, അതാണ് പുള്ളിയുടെ ഒരു ആഗ്രഹം. അങ്ങനെ ഒരു തവണ നാടകം കളിക്കുമ്പോൾ നാടകത്തിൽ പുള്ളിക്ക് വേഷം ബ്രണ്ണൻ സാഹിബാണ്. എൻ്റെ ചേട്ടൻ ബ്രണ്ണൻ സാഹിബ് ആയിക്കഴിഞ്ഞാലത്തെ ഒരു അവസ്ഥയ്ക്ക് എന്താണെന്ന് ഊഹിക്കാമല്ലോ. അപ്പോൾ പുള്ളി ബ്രണ്ണൻ സാഹിബിൻ്റെ വേഷമാണ്. ഞാൻ ഒരു ഖനിയിലെ തൊഴിലാളി നേതാവ്. എന്നെ ക്ലൈമാക്സിൽ ഈ ബ്രണ്ണൻ സാഹിബ് വെടിവെച്ച് കൊല്ലും. വെടിവെച്ച് കൊന്നിട്ട് പറയും, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പ്രവർത്തിച്ച് നിന്നെ ഇത് വെടിവെച്ച് കൊല്ലുന്നു അങ്ങനെ പറഞ്ഞ്. അപ്പോൾ ഈ തോക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ തോക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഒരു പലക വെച്ച് തോക്കുണ്ടാക്കി ഈ എൻ്റെ നേരെ ചൂണ്ടിയിട്ട് വെടിവെക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഈ ബലൂണിനകത്ത് ബ്ലഡ് ഉണ്ട്. ആ ബ്ലഡ് ഞാൻ നെഞ്ചത്തടിച്ചിട്ട് എന്ന് പറഞ്ഞ് ഞാൻ മരിച്ചു വീണു. അപ്പോൾ ഈ സൗണ്ട് എഫക്റ്റിന് വേണ്ടിയിട്ട് ഒരു പടക്കം പൊട്ടിച്ച് പുറകിൽ നിടണം ഈ കാഞ്ചി വലിക്കുന്ന സമയത്ത്. അത് നമ്മുടെ ഒരു കൂട്ടുകാരനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ കയ്യിൽ 3 പടക്കം കൊടുത്തിട്ടുണ്ട്, പൊട്ടിയില്ലെങ്കിൽ അടുത്ത് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവൻ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പ്രവർത്തിച്ച് നിന്നെ ഇതാ ഞാൻ വെടിവെച്ച് കൊല്ലാൻ പോകുന്നു എന്ന് പറഞ്ഞ് ചൂണ്ടി കാഞ്ചി വലിച്ചു. ഇവൻ പടക്കം കത്തിച്ചിട്ടു, പക്ഷേ അത് പൊട്ടിയില്ല. വീണ്ടും എൻ്റെ ചേട്ടൻ നേരെ ചൂണ്ടി 2ാമത്തെ പടക്കം പൊട്ടിച്ചിട്ടു, അതും പൊട്ടിയില്ല. 3ാമത്തെ പടക്കം ഇട്ടിട്ടും 3ാമത്തെ പടക്കം പൊട്ടിയില്ല. അപ്പോൾ പടക്കം പൊട്ടായ ബ്രണ്ണൻ സാഹിബിന് മനസ്സിലായി ഇനി എന്തായാലും ഈ തൊഴിലാളി നേതാവിനെ വെടിവെച്ച് കൊല്ലാൻ പറ്റില്ലെന്ന്. അപ്പോൾ പുള്ളി ഒരു നാടകമാണല്ലോ, പുള്ളി പെട്ടെന്നൊരു ഐഡിയ ഇടുകയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നിന്നെപ്പോലൊരു തൊഴിലാളിയെ കൊല്ലാൻ തിരകളില്ലടാ, നിനക്ക് ഈ തോക്കിൻ്റെ പാത്തി മതിയെന്ന്. എന്നിട്ട് ഈ തോക്കിൻ്റെ പാത്തിക്ക് എൻ്റെ തലയ്ക്കൊരടി. അപ്പോൾ എന്തായാലും എനിക്ക് സൗകര്യമായി, കാരണം ഈ വെടി കൊണ്ട് മരിക്കണമല്ലോ, എങ്കിലേ നാടകം തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ എൻ്റെ കയ്യിലുണ്ടാകുന്ന ബ്ലഡ് വേഗം തലയ്ക്ക് അടിച്ചിട്ട് എന്ന് പറഞ്ഞ് ഞാൻ താഴെ വീണ് മരിച്ചു. അപ്പോൾ ഈ കത്തിച്ചിട്ട 3 പടക്കം കൂടി പുറകിൽ കിടന്ന് ഠേ എന്നങ്ങ് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ബ്രണ്ണൻ സാഹിബും പേടിച്ചു, ആൾക്കാരും ഒക്കെ പേടിച്ചു. എന്ത് ചെയ്യണമെന്നിപ്പോൾ പുള്ളിയുടെ ഡയലോഗ് പറയാണ്, നീ മരിച്ചാൽ നിന്നോടുള്ള ആദരസൂചകമായി 3 വെടി പൊട്ടിക്കാൻ ഞാൻ പട്ടാളക്കാരോട് പറഞ്ഞിരുന്നു, അവരത് ചെയ്തു എന്ന്.